പ്രസിദ്ധമായ ഭാരതഖണ്ഡം ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭാഗവതോത്സവത്തിന് തിരിതെളിഞ്ഞു. ഡോക്ടർ മാധവൻ ഭാഗവതോത്സവം ഉദ്ഘാടനം ചെയ്തു. നീള നദിക്കരയിൽ ഇനി ഭാഗവതശീലുകളുടെ നാളുകൾ. മഹാഭാരത യുദ്ധാനന്തരം പിതൃമോക്ഷം തേടിയലഞ്ഞ പഞ്ചപാണ്ഡവർക്ക് മോക്ഷം നൽകിയ നീള നദിക്കരയിലെ പ്രസിദ്ധമായ ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭാഗവതോത്സവത്തിന് തിരിതെളിഞ്ഞു. യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ കിഴക്കേമഠം ഹരിനാരായണൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ മരങ്ങാട് മുരളീകൃഷ്ണൻ നമ്പൂതിരി, വെള്ളിനിഴി ഹരികൃഷ്ണൻ നമ്പൂതിരി എന്നിവരെയും മറ്റ് വിശിഷ്ട വ്യക്തികളെയും പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചതോടെ ഭാഗവതോത്സവത്തിന് തുടക്കമായി. സംസ്കൃത ഭാരതി ദക്ഷിണക്ഷേത്രം അധ്യക്ഷൻ പണ്ഡിതരത്നം ഡോക്ടർ പി.കെ. മാധവൻ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റി അശോക വാര്യർ അധ്യക്ഷത വഹിച്ചു. രാഗരത്നം മണ്ണൂർ രാജകുമാരനുണ്ണി, ഡോക്ടർ സദരം ഹരികുമാർ, പി. നാരായണൻകുട്ടി എന്നിവർ സജീവ സാന്നിധ്യമരുളി. നവംബർ 25 ആരംഭിച്ച ഭാഗവതോത്സവം ഡിസംബർ 6 അവസാനിക്കും. മുൻ ദേവസ്വം പ്രസിഡന്റുമാർ ജയിലിലായെന്നും മുൻ ദേവസ്വം മന്ത്രിയും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും ജയിൽ യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവില്ലാമല SM ഓഡിറ്റോറിയത്തിൽ നടന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരുവല്ലാമല മണ്ഡലം പ്രസിഡന്റ് രാമു മലവട്ടം അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതാവ് മൊയ്തീൻ കുട്ടി ഹാജി, മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR പ്രഭാകരൻ, സഹകരണ ബാങ്ക് പ്രസിഡന്റ് അരവിന്ദാക്ഷൻ നായർ, M. ഉദയൻ, A. മുരളി, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി PM അനീഷ് എന്നിവർ സംസാരിച്ചു. നമ്മുടെ നാട്ടില് ആ സ്റ്റേറ്റ് ഹിമാചലം ധർമ്മത്തിന്റെ ധ്വജമായിട്ട്, ധർമ്മത്തിന്റെ വൈജയന്തിയായിട്ട് വിരാജിക്കുന്ന പുരാണമാണ്, മഹാപുരാണമാണ് ശ്രീമദ് ഭാഗവതം. അഷ്ടാദശ പുരാണങ്ങൾ, 18 പുരാണങ്ങൾ, മഹാപുരാണങ്ങൾ, പിന്നെയും കുറെ ഉപപുരാണങ്ങൾ, ഇതെല്ലാം മഹർഷിമാര് നമുക്ക് തന്നിട്ടുണ്ട്. ആചാര്യന്മാര് നമുക്ക് വ്യാഖ്യാനിച്ചും പലതരത്തിൽ ചർച്ച ചെയ്ത് നമ്മുടെ മുൻപിൽ സമർപ്പിച്ചിട്ടുണ്ട്. Ambalappara Physiotherapy and Rehabilitation Center at Kadambur now serves with high standard facilities, experienced doctors in physiotherapy and staying facility available for better outcome. Our treatments are neurological physiotherapy, musculoskeletal physiotherapy, orthopedic and sports physiotherapy, pediatric physiotherapy, geriatric physiotherapy, cardiothoracic physiotherapy, pre and postnatal exercises through